കാടും പടലും പറിച്ചു കെട്ടിത്ത. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? ഇത് ഈ ഇല കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്ന്. മരിച്ചിനിയുടെ ഇല, മരിച്ചിനിയുടെ ഇലയും തണ്ടും, കപ്പ, നമ്മുടെ കപ്പയുടെ ഇലയും തണ്ടും ഇത് വച്ചിട്ട് സംഭവം കാണിച്ചു തരാം. ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ, എൻ്റെ പ്രായത്തിലും അതിന് മുമ്പേ ഉള്ളവർക്കൊക്കെ അറിയാം. ഇതൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഇലയെ കാണുമ്പോഴത്തേക്ക് സ്കൂളിൽ പോയിട്ട് നടന്ന് വരുന്ന ഞങ്ങൾക്കുള്ള ജോലികളൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പം ഇത് നമ്മൾ വെറുതെ ഇരിക്കും പിള്ളേർക്കൊക്കെ, കുഞ്ഞു പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. ഒരു രസമാണ് പിള്ളേർക്ക് കാണുമ്പോഴത്തേക്ക്. പിന്നെ ഫോണൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേർ ഇതൊന്നും കണ്ട മൈൻഡ് ചെയ്യില്ല. എന്നാലും നമ്മളെ വിനോദങ്ങൾ ഇതൊക്കെ ആയിരുന്നില്ലേ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരേ. ഇല ഇങ്ങനെ ഒരെണ്ണം അടർത്തിയെടുത്ത്, എന്നിട്ട് നമ്മുടെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിക്കാതെ അകത്തൊരു ഹോള് കാണത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ദേ ഹോള് കണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ മേളിൽ ഈ ഹോളിൻ്റെ ഇവിടെ ഇങ്ങനെ കമിഴ്ത്തി ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് നല്ല ശക്തി കൂട്ടി ഇതിൻ്റെ മേളിൽ അടിക്കണം. ഷോ ഇത് ചീറ്റിപ്പോയി. ഇനി ഇത് വെച്ചോക്കെ, കണ്ട നല്ല സൗണ്ട്. പക്ഷെ ഇവിടെ നല്ല സൗണ്ടുണ്ട്. പക്ഷേ അതിൽ ഫോണിൽ കേൾക്കുമ്പോഴത്തേക്ക് അത്ര സൗണ്ട്, അതിൻ്റെ സൗണ്ട് കറക്റ്റായി കിട്ടൂല, ചെറുതായിട്ടേ കേൾക്കുള്ളൂ. അതിൻ്റെ ആ ഇലയുടെ ബാക്കിയുണ്ട് ഇത്രയും. അപ്പോൾ അത് വച്ച് നോക്കട്ടെ ഒന്ന്. അതുണ്ട് നല്ല സൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മുടെ ഈ ഹോൾ അടഞ്ഞ് ഇരിക്കത്തക്ക രീതിയിലല്ല, ചെറുത് വെച്ചാൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ പലതും പരീക്ഷിച്ച് നോക്കണം. അതിൻ്റെ ബാക്കി വന്ന ഇലയാണേ, അതിൻ്റെ ഇത്രയേ ഉള്ളൂ. നോക്കട്ടെ, കണ്ടോ ചെറിയ ഇല വെച്ചപ്പം ഈ ഇല വെച്ചിങ്ങനെ ഇതാ ഇവിടം തൊട്ട് തുടങ്ങാം. ഒരില ആണ് കിട്ടിയതെങ്കിലും ഇവിടം തൊട്ട് നമ്മൾ വേസ്റ്റ് ആക്കാതെ കളയണ ഒരു സ്വഭാവം നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഭാഗമാണ് കൂടുതൽ സൗണ്ട് കേൾക്കുന്നത്. ഇത് ഇത്ര വീതിയുള്ളൂ. വീതി കുറച്ചുള്ളതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നോക്കാം, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. വീതി കുറഞ്ഞ സ്ഥലം വയ്ക്കുകയാണേ. യെസ്. ഇനി വീതി കൂടിയ സ്ഥലം, അതും ഏകദേശം ഒരുപോലെ തന്നെ. പിന്നെ ഞാൻ ഇത് മുല്ലയുടെ ഇല എടുത്തോണ്ട് വന്നു. അത് കേൾക്കണമെന്ന് അറിയണില്ല. ഈ മരിച്ചിനി തണ്ടിലാണ്, മരിച്ചിനി ഇലയിലാണ് നമ്മളിതൊക്കെ പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. വേറെയുള്ള ഇല പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നോക്കാമെന്നോ. അതും കേൾക്കണുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ, മുന്തിരി, അതിൻ്റെ ഇല എടുത്തോണ്ട് വന്നു. ഇതാ ചെറുതായിപ്പോയി, ഒന്നുകൂടെ ഇതേ കണ്ട നല്ല. പക്ഷേ നമ്മുടെ പ്ലാവിലയും മാവിലയിലൊന്നും പറ്റൂല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ കൈയും പോവും. ഇപ്പം തന്നെ കൈ വേദനിക്കുന്നത്, ഇവിടെ അടിച്ചടിച്ച് പാവം കൈ നല്ല വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പിന്നെ പ്ലാവിൻ്റെയും മാവിൻ്റെയൊക്കെ ഇല നല്ല കട്ടിയുള്ള ഇലയാണ്. അത് വെച്ച് പരീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുപോലത്തെ സോഫ്റ്റായ എല്ലാ ഇലയിലും പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതിൽ എടുത്ത് വെച്ച് നോക്കി എല്ലാ ഇലയിലും പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇലയെല്ലാം പറിച്ച് കളഞ്ഞിട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. അല്ലെങ്കിൽ എന്തെങ്കിലും ആയി പോയേനെ. എന്നാലും സാരമില്ല, നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഇതാ കണ്ട പമ്പരം, കൃഷ്ണൻ, കണ്ട ഒന്നുകൂടെ കാണിച്ചേരേ. ഒന്ന് പരീക്ഷിച്ച് നോക്കാം വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക്. ഇതൊക്കെ രസമല്ലേ. സുദർശന ചക്രം, കൃഷ്ണൻ്റെ സുദർശന ചക്രം. നേരത്തെ മറന്നുപോയി സംഭവം, ഓർത്തെടുത്തതാണത്. സുദർശന ചക്രം കണ്ടോ, എങ്ങനെയാണെന്ന് മനസ്സിലായ? അതായത് ഇതിൻ്റെ തണ്ടിനെ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഈ വിരൽ ഇങ്ങനെ കയറ്റണം. ഇങ്ങനെയല്ല, ഇങ്ങനെ ചിലപ്പോൾ കറക്കാൻ പറ്റുമായിരിക്കും, തിരിച്ച് അത് പാടാണ്. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റ വിരലിൻ്റെ ഇതാണ് സുദർശന ചക്രം കറക്കും പോലെ, ഭഗവാൻ കറക്കും പോലെ. കണ്ട യെസ്. ഇനി ഇതിൽ വേറൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്കൊരു സമ്മാനം തരണ്ടേ? അപ്പം ആ സമ്മാനം ഉണ്ടാക്കിത്തരേ. അതായത് ഇങ്ങനെ പതുക്കെ പൊട്ടിക്കാവേ. ഇതിൽ നിന്ന് അടർന്നിങ്ങ് പോവാത്ത രീതിയിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടിക്കണം. ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ തോലിനെ ഇങ്ങനെ ഉരിക്കണം. ഉരിച്ചു. എന്നിട്ട് ആ ഉരിച്ച് അതിൻ്റെ എൻഡിൽ നിന്ന് വീണ്ടും അടുത്തത് പൊട്ടിക്കണം. എന്നിട്ട് അതിനെ ഉരിക്കണം. അതിൻ്റെ തോൽ ഉരിച്ചിട്ട് അവിടെ ആ എൻഡിൽ നിന്ന് വീണ്ടും ഒരു പൊട്ടിക്കും കൂടെ.
എന്നിട്ട് വീണ്ടും തോലുരിക്കണം, എന്നിട്ട് വീണ്ടും പൊട്ടിക്കണം. നമുക്ക് ഇങ്ങനെയുള്ള ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വീതിക്ക് ഇങ്ങനെ പൊട്ടിക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ മുത്ത് വേണമെങ്കിൽ അങ്ങനെയും പൊട്ടിക്കാം. സംഭവം ഇതൊരു മാല ഉണ്ടാക്കണതാണ് കേട്ടോ. പണ്ടത്തെ നമ്മളെ മാല ഇതൊക്കെ ആയിരുന്നു. ഇതാ ഇങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി. ഇതാ മരിച്ചിന് ഇല വെച്ച് ഇങ്ങനെ വെടി പൊട്ടിക്കുന്ന സൗണ്ട് കേൾപ്പിക്കാൻ വന്നതാണ്. അപ്പോഴത്തേക്കാണ് ഇത് ഓർമ്മ വന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാം? ഒരു ഈർക്കിലെടുത്ത് ഇവിടെ കുത്തണം. ഇവിടെ കുത്തിയിട്ട് അതിൻ്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ, മറ്റേ ഭാഗം എടുത്ത് ഈ ഭാഗത്തും കുത്തുമ്പോഴത്തേക്ക് മാല, ഇതാ നിങ്ങൾക്ക് ആണ് ഈ മാല. ഇതാ എടുത്തോണേ, ലോക്കറ്റുള്ള നല്ല അടിപൊളി മാല. ഇതെടുത്ത് ഈ ഈർക്കിലിങ്ങനെ നമ്മൾ ഇതിൽ കൂടെ എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കുത്തി വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെയാവും. മാല ഇങ്ങനെ ഇടാം. കണ്ട, നിങ്ങൾക്കാണ് ഈ മാല, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ മാല എൻ്റെ സമ്മാനമാണ് കേട്ടോ. ഇതാ ഇഷ്ടപ്പെട്ടല്ലോ, കണ്ട, നല്ല രസമല്ലേ കാണാൻ? ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞിലെയുള്ള. പിന്നെ ഇതുപോലെ ഇതൊക്കെ ഇപ്പോൾ ഓർത്തെടുത്തതാണ്. അപ്പം ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് വരും. ഓക്കേ.